ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിലെ നിഫ്റ്റി നമ്മളിപ്പോൾ കാണുന്നത് 26,000-നും 26,200-നും ഇടയിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഒരു ബോറിംഗ് മാർക്കറ്റാണ് കഴിഞ്ഞ 2-3 ട്രേഡിംഗ് സെഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ വിക്സ് ഇന്നലെ വീണ്ടും ഇടിഞ്ഞ് അതിൻ്റെ ലോവസ്റ്റ് ലെവലിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഇന്ത്യ വിക്സ് 2023-ലാണ് ഒരു 8.18 എന്ന ലെവൽ ടച്ച് ചെയ്തത്. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ ഡിസംബറിൽ കാണുന്നത് 8.86 എന്ന ലെവല് ഇന്ത്യ വിക്സ് ടച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ ഉള്ളത് യഥാർത്ഥത്തിൽ ഒരു മൾട്ടി ഇയർ ലോ ആണ്. കൂടാതെ ഒരു 52 വീക്ക് ലോ ആണ് ഈ ഒരു വിക്സ്. ഇപ്പോൾ 2008 ഇന്ത്യ വിക്സ് NSEയിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള ഒരു ലോ അപൂർവമായ സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുള്ളൂ. 2017-ലാണ് ഇതേപോലൊരു ലോ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. കാരണം വലിയ തോതിലുള്ള സ്വിങ് അടുത്ത 30 ദിവസത്തിനുള്ളിൽ ഡൗൺ സൈഡിലോ അപ്പ് സൈഡിലോ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഈ ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതുപോലെ ഓപ്ഷൻ മാർക്കറ്റിൽ ഈ വോളറ്റിലിറ്റി വളരെ ലോ ആയത് കാരണം ഓപ്ഷൻ പ്രീമിയം അത് വളരെയധികം കുറഞ്ഞിട്ട് വളരെ ചീപ്പായിട്ടുള്ള ലെവലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ലോ ഇന്ത്യ വിക്സ് സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അവിടെയുള്ള വേറൊരു വ്യാഖ്യാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാം ബിഫോർ സ്റ്റോം എന്നാണ്. കാരണം ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഈ ലോ വിക്സിലേക്ക് പോയ സമയങ്ങളിലൊക്കെ പിന്നീട് ഒന്നുകിൽ ഒരു ശക്തമായ ബുൾ മാർക്കറ്റ് ഉണ്ടായിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു കറക്ഷൻ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം എന്താണ് മാർക്കറ്റിൽ ഉണ്ടാകാൻ പോവുക എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും യാതൊരുവിധ ഡയറക്ഷനും അല്ലെങ്കിൽ യാതൊരുവിധ പ്രഡിക്ഷനും നമുക്ക് കാണാൻ കഴിയില്ല. മറ്റൊരു കാരണം ഈ ഒരു ലോ വിക്സിലേക്ക് നയിച്ചിട്ടുള്ളത് FIAസിന്റെ ആക്ടിവിറ്റീസ് ആണ്. കഴിഞ്ഞ 6 ട്രേഡിംഗ് ഡേ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ട്രേഡിംഗ് ഡേയിൽ FIAs ബൈങ് മോഡിലായിരുന്നു. അവർ ഓവറോൾ 3,596 കോടിയുടെ ഒരു നെറ്റ് ബൈങ് നടത്തിയതായിട്ട് കാണാം. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ ലാസ്റ്റ് 3 ട്രേഡിംഗ് ഡേ നോക്കുകയാണെങ്കിൽ അവർ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് വീണ്ടും മാറിയിരിക്കുകയാണ്. അപ്പോൾ അവർ ഓൾറെഡി കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷനിൽ 3,972 കോടിയുടെ ഒരു സെല്ലിംഗ് നടത്തിയിട്ടുണ്ടായി. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 3 ട്രേഡിംഗ് ഡേയിൽ വാങ്ങിയതിനേക്കാൾ കൂടുതൽ അവർ സെല്ല് ചെയ്തിരിക്കുകയാണ്. ഏകദേശം 400 കോടിയോളമാണ് നെറ്റ് സെല്ലിംഗ് അധികമായിട്ട് നമുക്ക് ഈ കഴിഞ്ഞ 6 ട്രേഡിംഗ് ഡേയിൽ കാണാൻ കഴിയുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ട്രേഡിംഗ് വോളിയം വലിയ തോതിൽ കുറഞ്ഞതായിട്ട് കാണാം. ഇപ്പോൾ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിലെ FIAസിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ വർഷത്തെ ഏറ്റവും ലോ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് വോളിയാണ്. സ്വാഭാവികമായിട്ട് FIAസിന്റെ ട്രേഡിംഗ് വോളിയം കുറയുമ്പോൾ അവർ സെൽ ചെയ്യുമ്പോൾ ബൈ ചെയ്യുന്ന DIAസിന്റെ വോളിയം കുറയും. അതുകൊണ്ട് തന്നെ ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും വോളിയം വലിയ തോതിൽ ഡ്രാസ്റ്റിക്കലായിട്ടുള്ള ഒരു ചേഞ്ച് നമുക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ കാണാൻ കഴിയും. അപ്പോൾ അത് ഓവറോൾ മാർക്കറ്റിന്റെ ട്രേഡിംഗ് വോളിയം കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ക്യാഷ് മാർക്കറ്റിലായാലും ഡെറിവേറ്റീവ് മാർക്കറ്റിലായാലും ഈ വോളിയം ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കുറവ് ഒരു ടെമ്പററി പ്രതിഭാസമാണ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഹോളിഡേ ആണ് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ തള്ളിവിട്ടുള്ളത്. നമ്മൾ വേൾഡ് വൈഡ് സ്റ്റോക്ക് മാർക്കറ്റുകളുടെ ഹോളിഡേ കലണ്ടർ പരിശോധിച്ചാൽ വരാൻ പോകുന്നത് തുടർച്ചയായ അവധി ദിവസങ്ങളാണ്. ഇപ്പോൾ യുണൈറ്റഡ് കിങ്ഡത്തിലെ ഇപ്പോൾ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഒരു കലണ്ടർ നോക്കുകയാണെങ്കിൽ ഈ 24-ന് അവർ ഏർലി ക്ലോസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അതേപോലെ ഈ ഡിസംബർ 25-ന് ഇന്ന് മാർക്കറ്റ് അവധിയാണ്. അതേപോലെ 26-ന് ബോക്സിംഗ് ഡേ, അന്നും ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയാണ്. ഇന്ന് നമ്മൾ ഡിസംബർ 31-ന് വന്നാൽ അന്നും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയാണ്. അതുപോലെ ന്യൂ ഇയർ ഡേയിലും സ്റ്റോക്ക് എക്സ്ചേഞ്ച് അവധിയാണ്. ഇത് പ്രത്യേകിച്ച് യൂറോപ്യൻ മാർക്കറ്റിലും അമേരിക്കൻ മാർക്കറ്റിലും ഒക്കെ ഇങ്ങനെ പല ദിവസങ്ങളിലായിട്ട് വലിയ തോതിലുള്ള ട്രേഡിംഗ് ഹോളിഡേ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിനിടയിൽ സാറ്റർഡേ സൺഡേയും വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അടുത്ത ജനുവരി 2 വരെ നോക്കുകയാണെങ്കിൽ 1-2 ട്രേഡിംഗ് സെഷനാണ്, വളരെ കുറഞ്ഞ ട്രേഡിംഗ് ഡേ ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭം ഒരു ലോങ് ബ്രേക്ക് എടുക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തയ്യാറാവുകയാണ്. വേൾഡിലെ ലീഡിംഗ് ആയിട്ടുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഹെഡ്ജ് ഫണ്ടും അതുപോലെ ലാർജ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുകളും ഒക്കെ അവരൊക്കെ ഒരു വെക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബിഗ് മണി മൊത്തത്തിൽ ഒരു സൈഡ് ലൈൻ ചെയ്യപ്പെടുന്ന ഒരു ആഴ്ചയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് വോളിയത്തിൽ വലിയൊരു ഡ്രോപ്പായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവുക. എന്നാൽ ഇവിടെ ഇതിനൊരു മറുവശമുണ്ട്. അതാണ് ഈ സാന്താക്ലോസ് റാലിയുമായി ബന്ധപ്പെട്ട കാര്യം. സാധാരണ ഈ ഒരു ക്രിസ്മസ് ഹോളിഡേ സമയങ്ങളിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു റാലി ഉണ്ടാവാറുണ്ട്. അത് ഈ ഡിസംബറിലെ ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേയ്സും അതേപോലെ ജനുവരിയിലെ 2 ട്രേഡിംഗ് ഡേയ്സും അടക്കം 7 ട്രേഡിംഗ് ഡേയിലാണ് ഈ ഒരു റാലി പ്രകടമായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റാലിയേക്ക് നയിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ വോളിയം ഡ്രോപ്പ് കാരണം ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വളരെയധികം സെൻസിറ്റീവായിട്ട് മാർക്കറ്റിലുണ്ടാവും. അപ്പോൾ അവർ മാർക്കറ്റിനെ കുറിച്ച് വളരെ ഓപ്റ്റിമിസ്റ്റിക്കും വളരെയധികം ബുള്ളിഷും ആയിരിക്കും. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പ്രൈസിനെ പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. സാധാരണ അത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് നല്ല താല്പര്യം കാണുമ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ശക്തമായി സെല്ലിംഗ് നടത്തിക്കൊണ്ട്
അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോകാൻ സാധിക്കാറില്ല. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ കൂടുതൽ താല്പര്യമെടുക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് മുന്നോട്ടേക്ക് പോകും. എന്തുകൊണ്ടാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഈ സമയത്ത് താല്പര്യമെടുക്കുന്നത് എന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ ടാക്സ് ഹാർവെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, ഈ US അവരുടെ ഫൈനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത് ഡിസംബർ അവസാനമാണ്. നമ്മുടെ ഇന്ത്യയിൽ ആ സൈക്കിൾ മാറ്റമാണ്. നമ്മൾ മാർച്ച് 31 US അത് ഡിസംബർ 31 ആണ്. അപ്പോൾ അവിടെ ഈ ടാക്സ് ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോസിലുള്ള സ്റ്റോക്കുകൾ നമ്മൾ ഈ ഒരു സമയത്ത് വിൽക്കുകയാണെങ്കിൽ ഈ ലോസ് നമുക്ക് പിന്നീട് ജനുവരിയിൽ വാങ്ങിച്ചതിന് ശേഷം അടുത്ത വർഷം ആ ടാക്സിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ബാക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓവറോൾ ഇൻകം ടാക്സ് അടക്കുന്നതിൽ നമുക്ക് ഈ ഒരു ലോസ് മൈനസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു അഡ്വാൻറ്റേജ് മുതലെടുത്തുകൊണ്ട് ഈ ഡിസംബർ മാസം ശക്തമായ സെല്ലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഡിസംബർ അവസാനമാകുന്നതോടുകൂടി ഈ സെല്ലിംഗ് ഏകദേശം അവസാനിക്കുമ്പോൾ അവിടെ ശക്തമായ ബൈങ് നടക്കും. കാരണം അവിടെ പല ഇത്തരത്തിലുള്ള ലോസ് മേക്കിംഗ് സ്റ്റോക്കുകളൊക്കെ ചീപ്പ് വാല്യുവേഷനിൽ അവൈലബിൾ ആണ്. ഇത് കൂടാതെ ചില ഫണ്ട് മാനേജേഴ്സ് അവരുടെ പോർട്ട്ഫോളിയോയിൽ നല്ല വാല്യുവേഷനിലുള്ള ഹൈ ഗ്രോത്ത് സാധ്യതയുള്ള സ്റ്റോക്കുകൾ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ ബൈങ് നടത്തുന്നതും ഈ ഒരു സന്ദർഭത്തിലായിരിക്കും. അപ്പോൾ അവിടെ വിന്നേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകളെ കൂടുതലായിട്ട് കാണിക്കാൻ അവർക്ക് സാധിക്കും. അപ്പോൾ നിലവിൽ അത് വിന്നേഴ്സ് ആയിട്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിന് കാണാൻ കഴിയും. ഇത് കൂടാതെ നമുക്കറിയാം, ഇയർ എൻഡ് ബോണസുകൾ പ്രഖ്യാപിക്കും. ഇപ്പോൾ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ അവരുടെ ബോണസ് പ്രഖ്യാപനങ്ങളൊക്കെ നടക്കുന്നത് ഈ സന്ദർഭത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിക്കുകയും ലിക്വിഡായിട്ട് ഇഷ്ടംപോലെ ക്യാഷ് എംപ്ലോയീസിൻ്റെ കൈവൽ വരികയും അങ്ങനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇതൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബൈങ്ങും നടക്കാറുണ്ട്. ഇതുകൂടാതെ ഈ ജനുവരി 1, 2 ഈ ഒരു സാന്താ റാലിയിൽ വരാനുള്ള മറ്റൊരു കാരണം, ഈ ജനുവരി 1, 2 എന്ന് പറയുന്നത് ഒരു ന്യൂ ഇയർ ആണ്. സ്വാഭാവികമായിട്ടും ഈ പുതിയ വർഷത്തിൽ വാങ്ങുക, നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ നടക്കുന്ന മുഹൂർത്ത് ട്രേഡിംഗ് പോലെ അതൊരു ശുഭ ദിനമായിട്ട് കണ്ടുകൊണ്ട് സ്റ്റോക്ക് വാങ്ങുന്നവരും ഉണ്ടാവും. ആ രീതിയിലും റാലി ഉണ്ടാവാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിസംബറിലെ ലാസ്റ്റ് 5 ട്രേഡിംഗ് ഡേ കൂടാതെ ജനുവരിയിലെ 2 ട്രേഡിംഗ് ഡേ അവിടെ വരാൻ കാരണം. ഇനി ഇതിനെയൊക്കെ മറികടക്കുന്ന വേറൊരു റാലി വരാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സാന്താ റാലി ഇങ്ങനെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആളുകൾ ബൈ ചെയ്യുകയും എന്നിട്ട് പിന്നീട് ആ റാലിയുടെ ടോപ്പിലെത്തുമ്പോൾ വിൽക്കുകയും ചെയ്യുന്ന ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നവരും ഈ സമയത്ത് വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ സാന്താ റാലിക്ക് കാരണമാകുന്നത്. അപ്പോൾ സാന്താ റാലിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പിന്മാറുന്നതും കൂടാതെ ഈ രീതിയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ വലിയ താല്പര്യം കാണിക്കുന്നതുമാണ് ഈ റാലിക്കൊരു കാരണം. ഇത് നമ്മൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ ഭൂരിഭാഗം സന്ദർഭങ്ങളിലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഡിസംബർ ഈ ഒരു അവസാന ഘട്ടങ്ങളിൽ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ ഒരു 10 മുതൽ 20 വർഷത്തെ ഹിസ്റ്റോറിക്കൽ ഡാറ്റ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു 7 ദിവസങ്ങൾ പോസിറ്റീവ് റിട്ടേൺ കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഈ ഡിസംബർ 24 മുതൽ ഈ ജനുവരി 2 വരെയുള്ള ഹിസ്റ്റോറിക്കൽ ട്രേഡിംഗ് ഡേ നമ്മൾ ബ്രോഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം റാലി നടന്നിട്ടുള്ളത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലാണ്. ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ 3.55% ഒരു ആവറേജ് റിട്ടേൺ അത് നൽകിയിട്ടുണ്ട്. അവിടെ വിന്നിംഗ് റേറ്റ് 100%. നിഫ്റ്റി മിഡ് ക്യാപ് 100 നോക്കുകയാണെങ്കിൽ അവിടെ 2.63% ഒരു ആവറേജ് റിട്ടേൺ ഈ 7 ദിവസങ്ങളിൽ നൽകിയതായിട്ട് ഹിസ്റ്റോറിക്കലി കാണാൻ കഴിയും. എന്നാൽ അതിൻ്റെ ഒരു വിന്നിംഗ് സാധ്യത 90% മാത്രമാണ്. ഇതേപോലെ നിഫ്റ്റി 100 ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ഒരു റിട്ടേൺ നോക്കുകയാണെങ്കിൽ ആവറേജ് 1.78% ആണ്. അവിടെയും വിന്നിംഗ് റേറ്റ് ഏകദേശം 90% മാത്രമാണ്. ഇനി നിഫ്റ്റി 50ലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 2.25% ഒരു റിട്ടേൺ ഈ 7 ദിവസങ്ങളിൽ കിട്ടിയതായിട്ടാണ് ഹിസ്റ്റോറിക്കലി കാണാൻ കഴിയുക. അപ്പോൾ അത് 85% ഒരു വിന്നിംഗ് റേറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലാണ് കൂടുതലായിട്ട് താല്പര്യം ആളുകൾ കാണിക്കാറുള്ളത്. കാരണം നമുക്കറിയാം അവിടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഫേവറേറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്കുകളാണ്. എന്നാൽ 2000 മുതലുള്ള ഒരു കൺസിസ്റ്റൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 3 പ്രാവശ്യം നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ നെഗറ്റീവ് റിട്ടേൺ നൽകിയ സന്ദർഭങ്ങളിലൊക്കെ അതിൻ്റെ മാർജിനലി വളരെ നേരിയൊരു നെഗറ്റിവിറ്റിയാണ് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഷോർട്ട് ടേം ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ അവർക്ക് ഫേവറബിൾ ആണ് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ നിഫ്റ്റി 50യുടെ ഡിസംബർ മാസത്തെ മുഴുവൻ എടുത്തുകൊണ്ടുള്ള ഒരു ക്ലോസിംഗ് നമ്മൾ ഹിസ്റ്റോറിക്കൽ നോക്കുകയാണെങ്കിൽ 73% പ്രാവശ്യം കഴിഞ്ഞ 26 വർഷങ്ങളുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ 73% അതിൻ്റെ പോസിറ്റീവ് ക്ലോസിംഗ് സാധ്യതയാണ് കാണിക്കുന്നത്. ഒരു ആവറേജ് മന്ത്ലി റിട്ടേൺ ഏകദേശം 3.19% ആണ് ഹിസ്റ്റോറിക്കലി കഴിഞ്ഞ 26 വർഷത്തെ ചരിത്രത്തിൽ നിഫ്റ്റി നൽകിയതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ 24-ാം തീയതിയത്തെ ട്രേഡിംഗ് ഡേയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 26,142 എന്ന ലെവലിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ മാസം നിഫ്റ്റി പോസിറ്റീവിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു മുന്നേറ്റം ഇനിയും ഉള്ള
ഒരു 4-5 ട്രേഡിംഗ് ഡേയിൽ ഉണ്ടാവുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ 26,240 എന്നുള്ള ലെവല് ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. ആ ലെവല് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെ 26,330 മറ്റൊരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു റാലി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുള്ളൂ. അതുപോലെ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് നമ്മൾ കാണുന്നത് 26,050, അതുപോലെ 25,990 എന്നീ ലെവലുകളാണ്. അപ്പോൾ ഏതായാലും ആ 26,000 താഴോട്ടേക്ക് നിഫ്റ്റി പോകില്ല എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. എന്നാൽ അപ്സൈഡ് മൂവും ലിമിറ്റഡ് ആണ് എന്നാണ് ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് സാന്താ റാലി ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ട്രേഡിംഗ് ഡേയിൽ ശക്തമായ ഒരു റാലി നടന്ന ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിക്രാൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ലൊരു മുന്നേറ്റം നടത്തിയതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു റാലിക്ക് കാരണമായത് അവർക്ക് കിട്ടിയിട്ടുള്ള 235 കോടിയുടെ ഒരു ഓർഡറാണ്. അപ്പോൾ അവരുടെ മാർക്കറ്റ് ക്യാപ്പിനോട് അടുത്തുള്ള ഒരു ഓർഡർ ബുക്കാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 600 മെഗാവാട്ടിൻ്റെ AC സോളാർ പ്രോജക്റ്റ് മഹാരാഷ്ട്രയിലെ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കാനുള്ള ഒരു ഓർഡറാണിത്. അപ്പോൾ ഈ ഒരു ഓർഡർ ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഒനിക്സ് റിന്യൂവബിൾ ലിമിറ്റഡിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ഓർഡർ 12 മാസങ്ങൾക്കുള്ളിൽ ഫുൾഫിൽ ചെയ്യേണ്ട ഒരു ഓർഡറാണ്. അപ്പോൾ ഈ ടോട്ടൽ ഈ കമ്പനിയുടെ ഓർഡർ ബുക്കിൻ്റെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 4000 കോടിക്ക് മുകളിൽ അതിൻ്റെ ഓർഡർ ബുക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇവരുടെ ആ ഒരു ഓർഡർ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ പ്രധാനമായിട്ടും സോളാർ സെക്ടറിലാണ് ഇവർക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടുന്നത്. അവരുടെ ഓർഡർ ബുക്കിൻ്റെ 50% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സോളാർ സെഗ്മെൻറ്റിൽ നിന്നുള്ള ഓർഡറാണ്. ഇതുകൂടാതെ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലും ഏകദേശം 32% ഓർഡർ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. ഇതുകൂടാതെ വാട്ടർ ആൻഡ് റെയിൽ സെക്ടറുകളിൽ നിന്ന് 18% ഓർഡർ ബുക്കുമാണ് കാണാൻ കഴിയുക. ഇവരുടെ ക്ലയൻറ്റ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ 61% പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ള ക്ലയൻസ് ആണ്. ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് ഏകദേശം 26% ഇവർക്ക് കിട്ടുന്നത്. അതിൽ തന്നെ PSU വേറെ തന്നെ എടുക്കുകയാണെങ്കിൽ 13% കാണാൻ കഴിയും. ഈ സ്റ്റോക്കിൻ്റെ ഒരു വാല്യൂഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 29.3 എന്നുള്ള ഒരു PE-യിലാണ് കാണാൻ കഴിയുക. എന്നാൽ ഇൻഡസ്ട്രി PE 18, അതുപോലെ ഇവരുടെ മീഡിയൻ PE 23 അതിനേക്കാൾ കുറച്ച് ഉയരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൻ്റെ PE കാണുന്നത്. എന്നാൽ ഈ സ്റ്റോക്ക് അതിൻ്റെ 200-day മൂവിങ് ആവറേജ് താഴോട്ട് പോയിട്ട് ഡൗൺ ട്രെൻഡിൽ കിടക്കുന്ന സ്റ്റോക്കാണ്. ഈ ഒരു ഓർഡർ കാരണം ഇപ്പോൾ തിരിച്ചു വരാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ഈ 200-day മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു മൂവ് അപ്സൈഡ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽ തീർച്ചയായിട്ടും വാച്ച് ചെയ്യേണ്ടതാണ്. ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസ് പരിശോധിച്ചാൽ വലിയ തോതിലുള്ള റെഡ് ഫ്ലാഗ് ഒന്നും നമുക്ക് കാണാൻ കഴിയില്ല. വലിയ ഡെറ്റ് ഇല്ലാത്ത കമ്പനിയാണ്, എന്നാൽ ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണെന്നുള്ള റിസ്ക് ആണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെയാണ് ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇവിടെ ഷെയർ ചെയ്യാനുള്ളത്. ഇത് തീർച്ചയായിട്ടും വാച്ച് ലിസ്റ്റ് ഇടപെടാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇതൊക്കെയാണ് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.